എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, നമ്മെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം. ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുവിൻ. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 17-ാം തിരുവചനം. That Christ may dwell in your hearts by faith, that you being rooted and grounded in love. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വസിക്കേണ്ടതിന് വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങൾ പറഞ്ഞു വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുവിൻ. നമ്മുടെ നടപ്പും കിടപ്പും ഉറപ്പും കർത്താവിലായിരിക്കണം. ആയതിന് ക്രിസ്തുവിൽ നമ്മൾ വേരൂന്നി നിൽക്കണം. നാം ജീവിതത്തിൽ എത്ര മണിക്കൂറാണ് ദൈവത്തെ മറക്കുന്നത്? ദൈവം നമ്മെ ഒരു നിമിഷം മറന്നുപോയാൽ നമ്മുടെ സ്ഥിതി എന്താകും? ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് കുറിവാക്യമായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം ഇന്ന് നമുക്ക് നൽകിയത്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടു കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുവാൻ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന സഭാ വ്യത്യാസമന്യേ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് ഒന്ന് കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്ന് ഹൃദയം ഇരുത്തി ചിന്തിച്ചാൽ മതി. ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിന് വേണ്ടി മാത്രമല്ല. ദൈവത്തിന്റെ വചനം കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വിശുദ്ധ പൗലോസിന്റെ പ്രാർത്ഥനയാണിത്. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം അനുഭവിച്ചറിഞ്ഞു വളരണം. വചനം കേട്ടാൽ മാത്രം പോരല്ലോ, അത് പ്രായോഗിക ജീവിതത്തിൽ അനുഭവവേദ്യമാക്കണം. ആറ്റരികത്ത് നട്ട വൃക്ഷം വെള്ളം സമൃദ്ധിയായി ലഭിക്കുന്നത് കൊണ്ട് തക്ക കാലത്ത് ഫലം കായ്ക്കും. വേരുകൾ ആഴത്തിലേക്ക് കടന്നു ചെന്നാൽ ആ വൃക്ഷത്തിൽ മനോഹരമായ ഇലകൾ തളിരിടും. അതിലൊരു സംശയമില്ലല്ലോ, അത് ഫലം കായ്ക്കും. നമ്മുടെ
പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്താലും വചനത്താലും ദൈവകൃപയാലും വേരൂന്നി നിന്നതുകൊണ്ടാണ് അവർ സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് ഫലമണിയുകയും ഫലമേകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുകയും ചെയ്തത്. യേശു ക്രിസ്തുവിൽ അടിയുറച്ച വിശ്വാസം അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് ഇട്ടിട്ട് പോകുന്നതല്ലേ. ആ വിശ്വാസം മനുഷ്യഭയമാവുന്ന കെണിയിൽ അകപ്പെട്ടു പോകേണ്ടതല്ലേ. ഈ മനുഷ്യഭയമാവുന്ന കെണിയിൽ അകപ്പെട്ടു പോകുന്ന വിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയ വിശ്വാസമാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസമാണെങ്കിൽ ഒരു മനുഷ്യനെയും പേടിക്കില്ല, ഒരു കുടുംബക്കാരെയും പേടിക്കില്ല. കർത്താവിന്റെ വചനം അനുസരിക്കാൻ. കർത്താവിന്റെ വചനം അനുസരിച്ചാൽ പലരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കും, വീട്ടിൽ നിന്ന് പുറത്താക്കും, നാട്ടിൽ നിന്ന് പുറത്താക്കും, ദേശത്തു നിന്ന് പുറത്താക്കും. സ്തോത്രം. കർത്താവിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ജീവിക്കണം. ജീവിതത്തിൽ നാം ദൈവവിശ്വാസത്തിൽ വേരൂന്നി നിൽക്കണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വിഷയമാണ്. അങ്ങനെ നിന്നാൽ ഒരു കാറ്റിനും കൊടുങ്കാറ്റിനും നമ്മെ മറിച്ചിടുവാൻ കഴിയുകയില്ല. കാരണം ക്രിസ്തുവാകുന്ന പാറമേലാണ് ഭവനം പണിയപ്പെട്ടിരിക്കുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായാലും കാറ്റൂതിയാലും വീണു പോകത്തില്ല. മണൽപ്പുറത്താണ് ഭവനം പണിയുന്നതെങ്കിൽ നിലനിൽക്കില്ല. അതിൻ്റെ വീഴ്ച അതിഭയങ്കരമാണെന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. നാം അനുദിനം വളരേണ്ടവരാണ്, ഫലമണിയേണ്ടവരാണ്. ഇന്ന് പലരും സാമ്പത്തികമായും ഭൗതികമായും വളർന്നു വരുന്നുണ്ട്. എന്നാൽ ആത്മീകമായി പലരും വളരുന്നത് താഴോട്ടാണ്. പാരമ്പര്യമായിട്ട് അധികം സ്വത്തുക്കൾ ഉണ്ടാകാം. ചിലരെ അഹങ്കരിക്കുന്നവരുടെ സ്വത്തുക്കളിലാണ്, ബുദ്ധിയിലാണ്, സൗന്ദര്യത്തിലാണ്. സ്തോത്രം. കൂട്ടായ്മയിലുള്ള അംഗങ്ങളുടെ ബലത്തിലാണ്, കൂട്ടായ്മയിലുള്ള ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന വ്യക്തികളുടെ അഹങ്കാരത്തിലാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്മാവിൽ ദരിദ്രരാണ്. ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പണ്ട് വ്യർത്ഥമായ അധരജൽപ്പനങ്ങളിൽ കുടുങ്ങിക്കിടന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വചനം ഇതുവരെ ഹൃദയത്തിൽ കയറിയിട്ടില്ല. വചനം ഹൃദയത്തിൽ കയറുമ്പോഴാണ് വ്യക്തിപരമായ രൂപാന്തരം ഉണ്ടാകുന്നത്. വചനം അകത്ത് കയറി പ്രവർത്തിക്കുമ്പോഴാണ് വ്യർത്ഥമായ അധരജൽപ്പനം വിട്ട് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനായി വേർവിട്ട് നിൽക്കുന്നത്. നാം അനുദിനം ക്രിസ്തു എന്ന പാറയോളം വളരണം. നമ്മുടെ നടപ്പ് എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം. ഹാനോക്ക് കർത്താവിനോട് കൂടെ നടന്നതുപോലെ ഹാനോക്കിന് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഹാനോക്ക് നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നു. നമുക്കും കർത്താവിൻ്റെ കൂടെ നടക്കാം. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കർത്താവിനെ മാത്രം അനുസരിക്കണം. കർത്താവിൻ്റെ കൂടെയാണ് ഞങ്ങൾ നടക്കുന്നതെന്ന് പറയുകയും ചെയ്യും. കർത്താവ് പറയുന്നതിനും പഠിപ്പിക്കുന്നതിനും ഓപ്പോസിറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന പ്രവൃത്തി കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമാണ് എന്ന് അറിയണമെങ്കിൽ വചനത്തിൽ നോക്കണം. പണ്ട് മാതാപിതാക്കൾ പറഞ്ഞു തന്ന കാര്യത്തിലല്ല. അജ്ഞതയുടെ കാലഘട്ടമുണ്ടായിരുന്നു, അത് കർത്താവ് കണക്കിടത്തില്ല. എന്നാൽ ഇപ്പോഴെല്ലാവരുടെയും മാനസാന്തരമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അനുദിനം നാം ക്രിസ്തു എന്ന പാറയോളം വളരണം. നമ്മുടെ നടപ്പ് എപ്പോഴും കർത്താവ് യേശു ക്രിസ്തുവിനോട് മാത്രമായിരിക്കണം. അതാണ് കർത്താവായ യേശുവിൻ്റെ അമ്മ വിശുദ്ധ മറിയം പറയുന്നത്. ഡു വാട്ട് എവർ യു സേസ്. കർത്താവ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുക. നാം ആത്മീയപരമായി ക്രിസ്തുവിൽ വളരുന്നില്ലെങ്കിൽ ഒരു പ്രതികൂല കാറ്റടിച്ചാൽ മതി. ഒരു ചെറിയ പ്രതികൂല കാറ്റടിച്ചാൽ നാം മറിഞ്ഞു വീഴും. എപ്പോൾ വേരോടെ മറിഞ്ഞു വീണെന്ന് നോക്കിയാൽ മതി. ദൈവാശ്രയത്തിൽ വേരൂന്നി വളർന്നാൽ പൗലോസ് അപ്പോസ്തലനെ പോലെ കഷ്ടതയിലും പാട്ടുപാടാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇത്രയും ധൈര്യമുള്ള തൻ്റെ ഇടത്തോടെ ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ വേറൊരു വ്യക്തി ഇല്ല. അത് മറ്റുള്ളവരെ ചലഞ്ച് ചെയ്യുകയാണ്. കോപ്പി മീ ആസ് ഐ കോപ്പിഡ് ജീസസ്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അനുഗാമി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ മാത്രമേ അങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുള്ളൂ. 1 കൊരിന്ത്യർ 11:1 വിശുദ്ധൻ്റെ ആ ഒരു ആഹ്വാനം കിടപ്പുണ്ട്. ദൈവത്തോടു കൂടെ നടക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം എന്നത് നന്ദിയാണ്. സ്തോത്രം എന്നത് നന്ദി. ദ ഗ്രേറ്റസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗിവിംഗ്. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തെ അവർ ഓർക്കും. ദാവീദ് അതിലൊന്നാമനാണ്. നന്ദി കരയേറ്റും. നാം ജീവിതത്തിൽ നമ്മെ ഈ നിലയിൽ നിർത്തിയ ദൈവത്തിന് നന്ദി പറയണം. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ളത്, നിന്നതല്ല നിർത്തിയതാണ്, ഒന്നും നേടിയതല്ല നിന്റെ ദാനമാണ്. എഫെസ്യ ലേഖനം 5-ാം 17-19 വരെയുള്ള തിരുവചനത്തിൽ ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായി. അതിൽ നന്ദി പറയാനായി, സ്തോത്രം പറയാനായി കടന്നു വന്നത് ഒരു കുഷ്ഠരോഗിയാണ്.
ഈ കുഷ്ഠരോഗിക്കാൾ അധികം അനുഗ്രഹം പ്രാപിച്ച അനേകർ ഇന്നുണ്ട്. നന്ദി പറയാൻ എപ്പോഴെങ്കിലും 1 മിനിറ്റ് എടുക്കാറുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് തിരിഞ്ഞു വരാറുണ്ടോ? കുറച്ച് സമയം കർത്താവുമായിട്ട് ഒറ്റയ്ക്കിരിക്കാനുള്ള ആർത്തിയുണ്ടോ? ജീവിതത്തിൽ സകല കാര്യങ്ങൾക്കും നാം ദൈവത്തിന് നന്ദി പറയണം. ഇതുവരെയും ഒരു മഹാവ്യാധികൾക്കും വിട്ടുകൊടുക്കാതെ, ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മെ പരിപാലിച്ച കർത്താവിന് എത്ര സ്തുതി അർപ്പിച്ചാലാണ് മതി വരിക? എന്നും ദൈവത്തോട് നന്ദിയുള്ളവരാകാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കർത്താവിനെ സേവിക്കുമെന്ന് പറഞ്ഞ ജോഷുവയെ പോലെ നാമും ഈ തീരുമാനം കൈക്കൊള്ളണം. ദൈവത്തോടു കൂടെ നടക്കാം, ഇരിക്കാം. അവർക്ക് ഒരു ഉറപ്പുണ്ട്. അവർ ധൈര്യത്തോടെ ഏത് പ്രതിസന്ധികളിലും പറയും. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ ചിന്തകളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങൾ തരുന്ന കർത്താവേ, അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം കർത്താവേ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട് കർത്താവേ. അവരെയെല്ലാം ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ പ്രയാസം അനുഭവിക്കുന്ന അനേകരുണ്ട്. എന്നാൽ കർത്താവേ, സ്തോത്രം, ജോഷുവയെ പോലെ ഹൃദയനിശ്ചയത്തോടെ മനുഷ്യമുഖം നോക്കാതെ അങ്ങേ നോക്കി പ്രകാശിതരായി ശക്തി പ്രാപിച്ച് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ തിരുവുള്ളത്തിൽ സൂക്ഷിക്കണമേ കർത്താവേ. കാലഘട്ടത്തിൻ്റെതായ സ്നേഹബന്ധത്തിൻ്റെ പ്രലോഭനങ്ങൾ കുഞ്ഞുങ്ങൾ വീണു പോകാതെ, അങ്ങയെ ഉപേക്ഷിക്കാതെ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ കർത്താവേ. കർത്താവേ, സ്നേഹബന്ധത്തിൻ്റെ പേരിൽ വിശ്വാസ ജീവിതത്തെ ത്യജിക്കാതെ, അങ്ങയെ തള്ളിക്കളയാതെ, അവിടുത്തെ സ്നേഹത്തിൽ അവർ ആഴമായി വളരപ്പെടുവാൻ മക്കളെ സഹായിക്കണം. സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ മക്കളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. തലമുറകളെ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അവരുടെ അധ്വാന ഫലം അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായി കർത്താവെ പലയിടങ്ങളിൽ മുട്ടുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അവർക്കുള്ള നന്മ തുറന്നു വരട്ടെ. ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട് കർത്താവെ, അവിടുന്ന് അവർക്ക് മുൻപേ വഴികളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പല തുറകളിലും ഇന്ന് പോകുന്നവരുണ്ട്. അവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവെ. കരമാർഗത്തിലൂടെ, ആകാശമാർഗത്തിലും ജലമാർഗത്തിലൂടെയും സഞ്ചരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടഭാരത്താൽ പ്രയാസപ്പെടുന്നവരെൻ്റെ കർത്താവിൻ്റെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല, കടം കൊടുക്കുന്നവനായിരിക്കും. വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് വേണ്ടി. സകല ഭയവും വിട്ടുമാറട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ. മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ. കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹം അവിടുത്തെ കരങ്ങളിൽ തരുന്നു. തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സമാധാനത്തിൽ അവരെ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാമെന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ,
ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.